പേരോട് ഉസ്താദ് പ്രസംഗത്തിൽ പറഞ്ഞേക്കണ് മുജാഹിദുകൾ പറഞ്ഞിട്ടുള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ആകാശത്ത് നിന്ന് ഇറങ്ങി വരുമെന്നും കൈയും കാലും ഉണ്ടെന്നൊക്കെ. ഇത് ശരിയാണോ? അതിൽ നിങ്ങൾ ആരോപണമാണോ? ചോദ്യം എനിക്ക് തിരിഞ്ഞു, നിങ്ങൾക്ക് തിരിഞ്ഞോന്ന് അറിയില്ല. ഇല്ല, പേരോട് ഉസ്താദിന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, മുജാഹിദുകൾ പറയുന്നു അള്ളാഹുവിന് ഇറങ്ങി വരും, കയറി വരും, കയ്യുണ്ട് തുടങ്ങിയ പരാമർശങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് മുജാഹിദുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പേരോട് ഉസ്താദിന്റെ ഒരു കാസറ്റ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ ആരോപണമാണോ അതോ ശരിയാണോ എന്ന്. ഞങ്ങൾക്ക് മുജാഹിദുകളെ കുറിച്ച് ഇല്ലാത്ത ഒരു ആരോപണവും പറയേണ്ടതില്ല. ഉള്ളത് തന്നെ പറയാൻ, ഞങ്ങളുടെ കയ്യിലുള്ളത് തന്നെ പറയാൻ ഇവിടെ സമയമില്ല എന്നതാണ് സത്യം. എന്നിട്ടല്ലേ ഇല്ലാത്തത് പറയുന്നത്? മുജാഹിദുകൾ അത് ഞങ്ങൾ അവരെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞതല്ല, മുജാഹിദുകൾ തന്നെ എഴുതിയതും പറഞ്ഞതുമാണ്. ഞാൻ പറയാം, ഇതാ എന്റെ കയ്യിൽ അതിന്റെ രേഖകളുണ്ട്. ഈ പുസ്തകം നോക്കൂ നിങ്ങൾ, ഇത് ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും എന്ന പുസ്തകമാണ്. ഇത് എഴുതിയിട്ടുള്ളത് സമസ്തയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ ഒന്നും അല്ല. ഇത് എഴുതിയിട്ടുള്ളത് മുജാഹിദ് കേരള മുജാഹിദ് ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞ അവരുടെ പണ്ഡിത സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ഇപ്പോൾ അദ്ദേഹം വൈസ് പ്രസിഡന്റാണ്, എം.ഐ. മുഹമ്മദ് അലി സുല്ലമി എന്ന് പറയുന്ന മനുഷ്യൻ എഴുതിയ പുസ്തകമാണ്. എം.ഐ. മുഹമ്മദ് അലി സുല്ലമി. ആർക്ക് വേണമെങ്കിലും നോക്കാം. ഇനി ഞാൻ ഒന്നുകൂടി ഇടയ്ക്ക് സൂചിപ്പിക്കുകയാണ്, ഞങ്ങൾ ഇവിടെ ഉദ്ധരിക്കുന്ന കിതാബുകളാവട്ടെ രേഖകളാവട്ടെ ഏത് സംഗതിയാണെങ്കിലും ആർക്ക് സംശയമുണ്ടെങ്കിലും ഇവിടെ വരാം, നോക്കാം, ഉറപ്പുവരുത്താം, സംശയം തീർക്കാം. സാധനം തിരിച്ചു തരണം എന്നൊരു വ്യവസ്ഥ മാത്രമേ പറയാനുള്ളൂ. പണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മുഖാമുഖത്തിൽ ഇങ്ങനെ കാണിച്ചപ്പോൾ പോത്തെടുത്ത് ഒറ്റ ഓട്ടം മുജാഹിദ് അന്ന് തീരുമാനിച്ചാണ് ഞാൻ തിരിച്ചു തരണമെന്നുള്ള വ്യവസ്ഥ വെക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഇതിന്റെ 39-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നുണ്ടോ, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം പറയുന്നത് നോക്കൂ നിങ്ങൾ. കണ്ടോ, അള്ളാഹുവിനെ നിരാകാരനായി ചിത്രീകരിച്ചത് സലഫി പണ്ഡിതരുടെ ആദർശങ്ങൾക്ക് വിരുദ്ധമാണ്. നിരാകാരൻ എന്ന് പറഞ്ഞാൽ ആകൃതിയില്ലാത്തവൻ. അള്ളാഹുവിനെ കുറിച്ച് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണ്? ലോകത്തുള്ള മുസ്ലിമീങ്ങൾ എല്ലാവരും വിശ്വസിക്കുകയും മനസ്സിലാക്കിയിട്ടുമുള്ളത് നമുക്കറിയാവുന്നത് പോലെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചു, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു ഏകനാണ്, അവൻ നിരാശ്രയനാണ്, അവൻ ജനിച്ചിട്ടില്ല, അവൻ ജനിപ്പിച്ചിട്ടുമില്ല, അവനോട് സമമായി തുല്യമായി യാതൊരു വസ്തുവും ഒരാളുമില്ല. ഇത് ഖുർആൻ പഠിപ്പിച്ച ആശയമാണ്. അള്ളാഹുവിനെ പോലെ ഒരു വസ്തുവുമില്ല. ഖുർആനിൽ മറ്റൊരായത്തിൽ കാണാം. നമ്മൾ ചെറുപ്പത്തിലെ മദ്രസയിലൊക്കെ പഠിച്ചത് കാണാം. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. അള്ളാഹു മനുഷ്യർക്കുള്ള ഒരു വിശേഷണവും അള്ളാഹുവിന് പറയാനും ചാർത്താനും പറ്റില്ല. ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചതാണ്, ഇസ്ലാമിന്റെ വിശ്വാസവുമാണ്. എന്നാൽ മുജാഹിദുകൾ പറയുന്നത് എന്താണ്? എത്രത്തോളം നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിനെ കുറിച്ച് നീ മനസ്സിൽ എന്താണോ വിചാരിക്കുന്നത് ആ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല അള്ളാഹു. എന്നാ അങ്ങനെയല്ല, എന്നാ അള്ളാഹു ഇങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ കരുതി അങ്ങനെയുമല്ല. നമ്മൾ മനസ്സിൽ എന്ത് കരുതുന്നു അതൊന്നുമല്ല അള്ളാഹു എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. മുജാഹിദുകൾ പറയുന്നതോ കണ്ടോ, അവർ പറയുന്നത് അള്ളാഹുവിനെ നിരാകാരനായി ചിത്രീകരിച്ചത് ശരിയല്ല. നിരാകാരൻ എന്ന് പറഞ്ഞാൽ ആകൃതി ഇല്ലാത്തവൻ. അപ്പൊ ആകൃതി ഇല്ലാത്തവൻ എന്ന് പറഞ്ഞ് ശരിയല്ല, അള്ളാഹുവിനൊരു ആകൃതി ഉണ്ട്. നിരാകാരൻ എന്നൊരു ഗുണവിശേഷണം, ഒരു സിഫത്ത് സലഫികൾ അംഗീകരിക്കുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ടോ, അള്ളാഹുവിന് കയ്യും അള്ളാഹുവിന് കാലുണ്ടെന്ന് ഖുർആൻ പഠിപ്പിച്ചതാണ്. അള്ളാഹുവിന് കാലുണ്ടെന്ന് ഖുർആൻ പഠിപ്പിച്ചതാണ്. അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന് കയ്യും കണങ്കാലും ഉണ്ടെന്നത് ഖുർആൻ പഠിപ്പിച്ചതാണ്. അപ്പൊ കാലുണ്ട്, കയ്യുണ്ട്, അതിന് പുറമൊരു കണങ്കാല് വേറെയുണ്ട്. അത് എവിടെ ഇക്കാണെന്ന് എനിക്ക് ഇതുവരെയും തിരിച്ചു പോകുന്നില്ല. ഈ കാലിന്റെ പുറമെ പിന്നെ കണങ്കാലം ഉണ്ടാകാൻ അള്ളാഹു ആലം. ഏതായാലും മുജാഹിദിന്റെ പുസ്തകമാണ് ഈ പറയുന്നത്. ഈ പുസ്തകം ഇതാ ഒറിജിനൽ 39-ാമത്തെ പേജ് കഴിഞ്ഞില്ല. ഇത് നിങ്ങൾ നോക്കൂ, ഇതേതാണെന്ന് അറിയോ? ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ, ഇത് ജമാഅത്ത് ഇസ്ലാമി ഇത് ഒട്ടും പുറകിലല്ലോ. അതൊക്കെ ഞാൻ ഒന്ന് പറയാം. കണ്ടോ, അവർ പറയുന്നുണ്ടോ അള്ളാഹു സിംഹാസനത്തിനാണ്, സിംഹാസനത്തിന്റെ മുകളിൽ ഇരിക്കുകയാണ്, അവന് 2 കൈകളുണ്ട്. നേരത്തെ മുജാഹിദ് കൈയുണ്ടെന്നേ കണ്ടോ, ഇതിന് 2 കൈയുണ്ട്. അതിന് സംശയം വേണ്ട. കണ്ണുണ്ട്, മുഖവുമുണ്ട്. ജമാഅത്തിലെത്തിയപ്പോ കുറച്ചുകൂടിയായി മുഖവും കൂടിയായി. ഇപ്പൊ കണ്ണുണ്ട്, മുഖമുണ്ട്, 2 കൈയുണ്ട്. അത്രത്തോളമായി ഇവരുടെ അള്ളാഹു.
ഇത് ജമാഅത്തെ ഇസ്ലാമി അവരുടെ ബോധനം 996 ജനുവരിയിലക്കം പേജ് 86 പറയുന്നു. ഇത് നിങ്ങൾ നോക്കൂ, മുജാഹിദുകൾ തന്നെ അവരുടെ സംസ്ഥാന ലോകത്ത് ഈ വഹാബി പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയെടുക്കുകയാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന നജിദിലെ ഇബ്നു അബ്ദുൽ വഹാബ്. അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് അത്തൗഹീദ് എന്ന അറബി ഗ്രന്ഥം. അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും വലിയ നേതാവ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പൊ മുജാഹിദും ജമാഅത്തും അംഗീകരിച്ച തത്വമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നോക്കണം, എന്താണ് അതിൽ പറയുന്നത്? അതിന് 124-ാമത്തെ പേജിൽ അള്ളാഹുവിന്റെ കൈകളെ കുറിച്ച് തൗഹീദ് എന്ന ഈ പുസ്തകത്തിന്റെ മലയാള വിവർത്തനത്തിൽ പറയുന്നു. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ കൈകളെ കുറിച്ച പരാമർശം. ആകാശങ്ങൾ വലതു കൈയിലും ഭൂമി ഇടതു കൈയിലുമാണ്. അള്ളാഹുവിന്റെ കൈകളെ കുറിച്ചുള്ള പരാമർശമാണ് ഈ പറയുന്നത്. അള്ളാഹുവിന്റെ 7 ആകാശങ്ങളുണ്ട്. 7 ആകാശങ്ങൾ അള്ളാഹുവിന്റെ വലത്തേ കൈയിലും 7 ഭൂമി അള്ളാഹുവിന്റെ ഇടത്തേ കൈയിലുമാണ്. 7 ആകാശം വലത്തേ കയ്യിൽ ഇങ്ങനെ ചുമന്ന് 7 ഭൂമി ഇടത്തേ കയ്യിൽ ചുമന്നാണ് അള്ളാഹു നിൽക്കുന്നത്. അപ്പൊ 7 ആകാശം ചുമന്ന് നിൽക്കാൻ പറ്റുന്ന കയ്യ് 7 ഭൂമി ഇടത്തേ കയ്യിലുമാകുമ്പോ ആ കയ്യിന്റെയും കാലിന്റെ ഒക്കെ ഒരു വലിപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്കണം. കഴിഞ്ഞില്ല. മുജാഹിദുകൾ ജമാഅത്തെ ഇസ്ലാമി പറയുകയാണ്. അത് കഴിഞ്ഞ് മുജാഹിദിന്റെ മുഖപത്രം അൽമന വാള്യം 35 3 പേജ് 9 പറയുന്നത് നോക്കൂ നിങ്ങൾ. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദിവസവും അർദ്ധരാത്രിയായാൽ 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു. ഒക്കെ രേഖയാണ്, ആർക്ക് വേണമെങ്കിലും നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദിവസവും അർദ്ധരാത്രിയാകുമ്പോൾ 1-ാം ആകാശത്തേക്ക് അല്ലാഹു തആല ഇറങ്ങി വരികയാണ്. നോക്കണം നിങ്ങൾ. അവിടെ നമുക്കൊരു സംശയം അവശേഷിക്കുകയാണ്. എന്താണ്? അർദ്ധരാത്രിയാകുമ്പോൾ എന്നാണ്. ആർക്ക് അർദ്ധരാത്രിയാകുമ്പോൾ എന്ന് പറഞ്ഞിട്ടില്ല. ഭൂമി പഴയകാലം പോലെയല്ലല്ലോ. ഇന്ന് നമ്മളൊക്കെ സ്കൂൾ പുസ്തകങ്ങളിൽ വരെ നമ്മൾ പഠിച്ചത് ഭൂമി ഉരുണ്ടതാണ് എന്നാണ്, അല്ലേ? അപ്പൊ ഇപ്പൊ അർദ്ധരാത്രിയാകുന്ന കക്ഷികൾക്ക് ഈ സമയത്ത് തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സമയത്ത് നല്ല സൂര്യൻ ഉദിച്ചുയരുന്ന അല്ലെങ്കിൽ സൂര്യൻ നട്ടുച്ച സമയമാകുന്ന രാജ്യങ്ങൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ കാണും. അപ്പോ ഈ അർദ്ധരാത്രിയാവുക എന്നത് ഓരോ സ്ഥലത്തും ഓരോ നാട്ടിലും വ്യത്യസ്ത സന്ദർഭങ്ങളിലും സമയങ്ങളിലുമായിരിക്കും. അല്ലാഹുവാണെങ്കിലോ അർദ്ധരാത്രിയായാൽ പിന്നെ 1-ാം ആകാശത്തേക്ക് ഇറങ്ങുക തന്നെയാണ്. പിന്നെ എപ്പോഴാണ് അല്ലാഹു തആല കയറല്? അത് നമ്മൾ അറിയണം. അർദ്ധരാത്രി നമുക്കിപ്പോ അർദ്ധരാത്രിയാണെങ്കിൽ മറ്റേ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചയാകുമ്പോൾ അവർക്ക് അർദ്ധരാത്രിയാണ്. അങ്ങനെയാണ്. അല്ലാഹു എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്രം അല്ലാഹു അല്ലല്ലോ, എല്ലാവരുടെയും അല്ലാഹുവാണ്. അപ്പൊ എല്ലാവർക്കും അർദ്ധരാത്രിയാകുമ്പോൾ അല്ലാഹു തആല 1-ാം ആകാശത്തേക്ക് ഇറങ്ങി. അപ്പൊ അല്ലാഹു തആലാക്ക് ഇറങ്ങുക ഇറങ്ങുന്ന കയറാൻ പിന്നെ അല്ലാഹു തആലാക്ക് നേരം ഉണ്ടാവില്ല. ഏതോ ആവട്ടെ, ഇവിടെ അത് ഒരു സംശയമുണ്ട്. അതിന് പുറമെ ഇവിടെ ഒരു അപഹാസ്യം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ വലത്തേ കയ്യിലാണ് 7 ആകാശം എന്ന് പറഞ്ഞു, ഇടത്തേ കയ്യിലാണ് 7 ഭൂമി എന്ന് പറഞ്ഞു. ഈ ആകാശത്തിലേക്കാണ്, ഇതിൽപ്പെട്ട 1-ാം ആകാശത്തിലേക്കാണ് അല്ലാഹു തആല എല്ലാ ദിവസവും അർദ്ധരാത്രിയാവുമ്പോൾ ഇറങ്ങി വരുന്നത്. ഈ 1-ാം രാത്രി എവിടെയാണ്? അല്ല, 1-ാം ആകാശം എവിടെയാണ്? അള്ളാഹുവിന്റെ വലത്തേ കയ്യിലാണ്. എങ്ങനെയാണ് ഈ പരിപാടി? ഒന്ന് ചിന്തിച്ചാണ്. വലത്തേ കയ്യിലുള്ള 1-ാം ആകാശത്തേക്ക് അല്ലാഹു അർദ്ധരാത്രിയാകുമ്പോൾ ഇറങ്ങുകയാണ്. വല്ല ആനയൊക്കെ എടുത്തിട്ട് തുളച്ചു വരേണ്ടി വരും അല്ലാഹു തആല. അല്ലാതെ എങ്ങനെയാണ്? സഹോദരങ്ങളെ, ഐക്യ യുഗത്തിൽ ജീവിക്കുന്ന ഈ രാജ്യത്തെ ജനങ്ങളോടാണ് ഈ മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത്. ഞാൻ പറയും, ഇതൊക്കെ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച് മൃതിയടഞ്ഞ് ചരമജീവൻ എഴുതപ്പെടേണ്ട ഒരു പ്രസ്ഥാനമാണ് എന്നതാണ് സത്യം. ഇതിപ്പോൾ പ്രവർത്തിക്കേണ്ടതോ പറയേണ്ടതോ ആയ ആശയ വിഷയമല്ല. ഇത് ഞാൻ പറഞ്ഞല്ല. മുജാഹിദിന്റെ ജമാഅത്തെ ഇസ്ലാമിന്റെ പ്രസിദ്ധീകരണം ആർക്ക് വേണമെങ്കിലും നോക്കാം. സംശയങ്ങൾ കടന്നു വരട്ടെ. എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇത് പല സ്റ്റേജുകൾ, ഇവിടെ മാത്രമല്ല പല സ്റ്റേജുകളിലും ഞങ്ങൾക്ക് പറഞ്ഞതാണ്, നിഷേധിച്ചിട്ടില്ല മുജാഹിദുകൾ. അപ്പൊ സുന്നികളായ ഞങ്ങളുടെ ആരോപണമല്ല ഇത്. മുജാഹിദുകൾ എഴുതിയതും പറയുന്നതും യാഥാർത്ഥ്യ ബുദ്ധിയാണ് ഞങ്ങൾ പറഞ്ഞതാണ്. ഇനി മുജാഹിദുകൾ ഇത് കേട്ട അപ്പോഴായിട്ടോ ഇളകിയ ഖുർആൻ പഠിച്ചിട്ട് വരുന്ന ഖുർആൻ ഇങ്ങനെ ഉണ്ട്. ഈ ഖുർആൻ പൂർവിക മുസ്ലിമികൾക്കാർക്ക് ഈ ഖുർആൻ തിരിഞ്ഞില്ലേ? പൂർവിക മുസ്ലിമികൾ
പൂർവികൾക്കാർക്കും ഈ ഹദീസ് തിരിഞ്ഞില്ല. മുജാഹിദ് ഓഫീസിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ കൊടുത്ത ആയത്താണോ ഇത്? അല്ലല്ലോ. അപ്പൊ പൂർവികരായ ആളുകളൊക്കെ ഈ ആയത്ത് കണ്ടിട്ടുണ്ട്, ഈ ഖുർആൻ കണ്ടിട്ടുണ്ട്, ഈ ഹദീസ് കണ്ടിട്ടുണ്ട്. എന്നിട്ട് അവരാരും ഇങ്ങനെ അള്ളാഹുവിന് കയ്യുണ്ട്, കാലുണ്ട്, മുഖമുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്, പല്ലുണ്ട്, ചന്തിയുണ്ട് എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അത് മുജാഹിദുകളുടെ മാത്രം വാദമാണ്. അതുകൊണ്ട് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ നിന്ന് തെറിച്ചു പോയതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണിത് എന്ന് കൂടി നാം ഓർമ്മിക്കണമെന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്.